നമസ്കാരം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകൾ. ഇന്ദ്രപ്രസ്ഥത്തിൽ ബിജെപിയുടെ തേരോട്ടം. 27 വർഷത്തിനു ശേഷം യമുനയിൽ താമര വിരിഞ്ഞു. വിജയം പാർട്ടി ആസ്ഥാനത്ത് ആഘോഷിച്ച് പ്രധാനമന്ത്രി. ഷോർട്ട് കട്ടിന്റെ രാഷ്ട്രീയത്തിന് ഷോർട്ട് സർക്യൂട്ട് എന്ന് മോദി. दिल्ली के लोगों ने आपदा को बाहर कर दिया। 1 दशक की आपदा से दिल्ली मुक्त हुई। എപിയെ ചൂലിനടിച്ച് രാജ്യതലസ്ഥാനം. പരാജയം നുണഞ്ഞ് കേജ്രിവാൾ അടക്കമുള്ള പ്രമുഖർ. അവസാന റൗണ്ടിൽ ജയിച്ചു കയറി അതിഷി. ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്ന് കേജ്രിവാൾ. जनता का जो भी निर्णय है, जनता का जो भी फैसला है, उसे हम पूरी विनम्रता के साथ स्वीकार करते हैं. जनता का निर्णय सर माथे पर. मैं भारतीय जनता पार्टी को इस जीत के लिए बहुत बहुत बधाई देता हूं. മൂന്നാം തവണയും സംപൂജിതരായി കോൺഗ്രസ്. വോട്ടിംഗ് ശതമാനം ഉയർത്തി. എപി സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് ആക്കം കൂട്ടി. ആളൊഴിഞ്ഞ് എഐസിസി ആസ്ഥാനം. ഡൽഹിയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവം. പർവേഷ് സാഹിബ് സിംഗ് വർമ്മ മുഖ്യമന്ത്രിയായേക്കും. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. നേതൃത്വം തീരുമാനിക്കുമെന്ന് പർവേഷ് സാഹിബ് ന്യൂസ് 18നോട്. देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लग जाएगा. മിൽക്കിപൂരിൽ ബിജെപിയുടെ മധുര പ്രതികാരം. ഉപതെരഞ്ഞെടുപ്പിൽ ചന്ദ്രഭാനു പസ്വാന് വൻ ജയം. സമാജ്വാദി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ഈറോഡ് ഡിഎംകെക്ക്. സ്കൂട്ടർ തട്ടിപ്പിൽ അന്വേഷണം ഉന്നതരിലേക്ക്. സായിഗ്രാമം ഡയറക്ടർ സംശയനിഴലിൽ. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെ ചോദ്യം ചെയ്യും. അനന്തു കൃഷ്ണനുമായി തെളിവെടുത്തു. പരാതി പ്രവാഹം തുടരുന്നു. ബ്രൂവറിയുമായി സിപിഎം മുന്നോട്ട്. പിന്മാറ്റം ആലോചനയിൽ ഇല്ലെന്ന് എം വി ഗോവിന്ദൻ. ഘടകകക്ഷികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ. ടോൾ വിഷയത്തിൽ LDF കൺവീനറെ തള്ളി സിപിഎം സെക്രട്ടറി. മുക്കം പീഡന ശ്രമക്കേസിൽ വെളിപ്പെടുത്തലുമായി യുവതി. ഹോട്ടലുടമ മാനസികവും ശാരീരികവുമായി നിരന്തരം പീഡിപ്പിച്ചു. ദേവദാസ് എത്തിയത് ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ. ചികിത്സയിലിരുന്ന യുവതി ആശുപത്രി വിട്ടു. കൊല്ലത്ത് മാൻഹോളിൽ വീണു പരിക്കേറ്റ യുവതി മരിച്ചു. മരിച്ചത് തൃശൂർ സ്വദേശിനി മനീഷ. അപകടം MES ഹോസ്റ്റലിലെ സ്ലാബ് തകർന്ന്. പരുക്കേറ്റ മറ്റൊരാൾ ചികിത്സയിൽ. ഡൽഹി പിടിച്ചെടുത്ത് ബിജെപി. ഡൽഹിയിൽ 27 വർഷത്തിനു ശേഷം ബിജെപി അധികാരത്തിൽ. 3-2 ഭൂരിപക്ഷം നേടിയാണ് ആം ആദ്മി ഭരണത്തിന് അന്ത്യം കുറിച്ചത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ പരാജയപ്പെട്ടു. 70 മണ്ഡലങ്ങളിൽ 48ഉം ബിജെപി വിജയിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി 22 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസ് ഇത്തവണയും സംപൂജിതരായി. കേന്ദ്രത്തിൽ മോദി, ഡൽഹിയിൽ കേജ്രിവാൾ. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചുനാളായുള്ള ഡൽഹിക്കാരുടെ മുദ്രാവാക്യം. ആ പതിവ് ഇത്തവണ ഡൽഹി മാറ്റിപ്പിടിച്ചപ്പോൾ ബിജെപി ഭരണത്തിലേക്ക്. ബിജെപിയുടെ തേരോട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ തോറ്റു. പാർട്ടിയിലെ രണ്ടാമൻ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ നേതാക്കളും പരാജയമറിഞ്ഞു.
കഴിഞ്ഞ തവണ നേടിയ 8 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തിയാണ് BJP ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയത്. ആകെയുള്ള 11 ജില്ലകളിൽ 9 ജില്ലകളിലും BJPക്കാണ് മേൽക്കൈ. ആം ആദ്മി പാർട്ടിക്ക് മേധാവിത്വമുള്ളത് സെൻട്രൽ ഡൽഹിയിലും സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലും മാത്രം. മധ്യവർഗം നിർണായകമായ ഡൽഹിയിൽ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവും വോട്ടിംഗിൽ പ്രതിഫലിച്ചു. മധ്യവർഗ സ്വാധീനമുള്ള 24 മണ്ഡലങ്ങളിൽ 17ഉം BJPയെ തുണച്ചു. പഞ്ചാബി, പൂർവാഞ്ചലി മേഖലകളിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കി. തിരിച്ചടിയിലും ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും പിന്തുണയാണ്. തുടർച്ചയായ 3ാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് MLA-മാരില്ല. എന്നാൽ വോട്ട് ശതമാനം ഉയർത്താനായത് കോൺഗ്രസിനെ ആശ്വസിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പിന്നാലെ ഡൽഹി പിടിക്കാനായത് BJPക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആം ആദ്മിയെ തുണച്ചിരുന്ന മിക്ക മേഖലകളിലും ആധിപത്യം നേടിയാണ് തലസ്ഥാനം BJP പിടിച്ചത്. അടിസ്ഥാന വർഗങ്ങൾക്കിടയിലും മിഡിൽ അപ്പർ ക്ലാസിനിടയിലും വിശ്വാസമാർജിക്കാൻ BJPക്കായി. ദളിത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ കോട്ടം ഉണ്ടാകാതിരുന്നതാണ് ആം ആദ്മിക്ക് പരാജയത്തിനിടയിലും അല്പം ആശ്വാസം. 2013 തുടങ്ങിയ ആം ആദ്മിയുടെ തേരോട്ടത്തിൽ ഡൽഹിയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആർജിച്ചാണ് മുന്നോട്ട് പോയത്. 3 തവണ ഷീലാ ദീക്ഷിത് തുടർച്ചയായി ഡൽഹി പിടിച്ചപ്പോൾ കോൺഗ്രസിനൊപ്പം നിന്ന വിഭാഗങ്ങളെല്ലാം കെജ്രിവാളിനൊപ്പം പോവുകയും അത് പിന്നീട് ആം ആദ്മിയുടെ ഉറച്ച വോട്ട് ബാങ്കായി മാറുകയുമായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അടിസ്ഥാന വിഭാഗവും സമ്പന്ന വിഭാഗവും ഇടത്തരക്കാരും BJPയെ തുണച്ചു. അടിസ്ഥാന വിഭാഗത്തിന് മേധാവിത്വമുള്ള 32 സീറ്റുകളിൽ 19 ഇടത്തും മുന്നേറാൻ BJPക്കായി. സമ്പന്ന വിഭാഗത്തിന് മേധാവിത്വമുള്ള നഗരമേഖലകളിലും BJP കുതിപ്പ് നടത്തി. ഇത്തരത്തിലുള്ള 9 മണ്ഡലങ്ങളിൽ 7 ഇടത്തും താമര വിരിഞ്ഞു. എന്നും ആം ആദ്മിയുടെ ഉറച്ച വോട്ട് ബാങ്കായിരുന്ന ഇടത്തരക്കാരെ കൂടെ കൂട്ടാൻ ഇത്തവണ BJPക്കായി. കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവിലൂടെ നേട്ടമാകുമെന്ന BJP പ്രതീക്ഷ പൂവണിഞ്ഞത് ഇടത്തരക്കാർക്ക് മേധാവിത്വമുള്ള ഇത്തരം 28ൽ 23 ഇടത്താണ്. ചേരികളെ മറന്ന ആം ആദ്മിയെ ഇത്തവണ ആ മേഖലയും കൈവിട്ടു. 19ൽ 17 ഇടത്തും BJPക്കാണ് ആധിപത്യം. പഞ്ചാബ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂട്ടത്തോടെ ആപ്പിനായി അണിനിരന്നിട്ടും പഞ്ചാബ് വോട്ടർമാരെ സ്വാധീനിക്കാനായില്ലെന്നത് തിരിച്ചടിയായി. ജാട്ട്, ഗുജറാത്ത് വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലും BJPക്കാണ് നേട്ടം. 14ൽ 10 ഇടത്തും നേട്ടമുണ്ടാക്കാനായി. ദളിത് വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള 11 സീറ്റുകളിൽ BJPയും ആപ്പും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. അതേസമയം മുസ്ലിം വോട്ടുകൾ കൂടുതലായുള്ള 7ൽ 6 ഇടത്തും നേട്ടമുണ്ടാക്കാനായതാണ് ആപ്പിന്റെ ഏക ആശ്വാസം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി ജനസംഖ്യയിൽ നിർണായകമായ മധ്യവർഗ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് BJP വിജയത്തിന്റെ അടിസ്ഥാന ഘടകം. അധികാരത്തിലെത്തിയാൽ ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ നിർത്തലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച BJP കെജ്രിവാളിനും കൂട്ടർക്കുമെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ചർച്ചയാക്കുന്നതിലും വിജയിച്ചു. മധ്യവർഗത്തിന്റെ നിരാശയിൽ നിന്നായിരുന്നു 2012 ഗാന്ധി ജയന്തി ദിനത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പിറവി. കാലക്രമേണ അടിസ്ഥാന വർഗത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും ചുവടുമാറി. ബജറ്റിന് മുന്നോടിയായി കേന്ദ്രത്തിന് നിവേദനം നൽകിയും പ്രചാരണ യോഗങ്ങളിൽ മധ്യവർഗത്തിന്റെ ആശങ്കകൾ ഉന്നയിച്ചും വോട്ട് ബാങ്ക് ഒപ്പം നിർത്താൻ കേജ്രിവാൾ ശ്രമിച്ചെങ്കിലും വൈകി. റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം ചേർന്നും വീടുകൾ കയറിയിറങ്ങിയും BJP മധ്യവർഗത്തെ ആകർഷിച്ചു. RSS സജീവമായി പ്രചാരണത്തിൽ ഒപ്പം നിന്നു. വോട്ടെടുപ്പിന് 4 നാൾ മുമ്പ് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവ് നിർണായകമായി. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെയായിരുന്നു കേജ്രിവാൾ പൊതുജീവിതം തുടങ്ങിയത്. കേജ്രിവാളും നേതാക്കളും അഴിമതി കേസിൽ അഴിക്കുള്ളിലായതോടെ അഴിമതി എതിരാളികൾ ആയുധമാക്കി. മദ്യനയക്കേസിൽ സംഭവിച്ചതെന്തെന്ന് ബോധിപ്പിക്കുന്നതിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു. വാഗണാർ കാറിൽ നിന്ന് SUV-യിലേക്കും സാധാരണ വീട്ടിൽ നിന്ന് ചില്ലുകൊട്ടാരത്തിലേക്കും മാറിയെന്ന BJP ആരോപണത്തിന് കേജ്രിവാളിന് മറുപടി ഒന്നും ഉണ്ടായില്ല. ഒരു കാലത്ത് സൗജന്യങ്ങൾക്കെതിരെ നിലപാടെടുത്ത BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിയ പദ്ധതികൾ നിർത്തില്ലെന്ന് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇത് ആവർത്തിച്ചു. ഇതിലൂടെ BJP വന്നാൽ സൗജന്യ സേവനങ്ങൾ ഇല്ലാതാക്കുമെന്ന കേജ്രിവാളിന്റെ പ്രചാരണം മറികടക്കാനായി. മറ്റെല്ലാ സർക്കാരുകളെയും പോലെ നടപ്പാക്കിയതിനേക്കാൾ നടപ്പാക്കാൻ സാധിക്കാത്ത പ്രഖ്യാപനങ്ങൾ ആം ആദ്മി പാർട്ടിക്കും വിനയായി. ഡൽഹിക്ക് പുറമെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ലഭിച്ചിട്ടും മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതും അഴുക്കുചാലുകൾ നിറഞ്ഞൊഴുകുന്നതും വോട്ടർമാരെ അകറ്റി. റോഡുകൾ യൂറോപ്യൻ നിലവാരത്തിലാക്കുമെന്ന പ്രഖ്യാപനവും പാഴ്വാക്കായി. ഇതിനു പുറമെ ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള നിരന്തര സംഘർഷവും വോട്ടർമാരെ സ്വാധീനിച്ചു. കേന്ദ്രം BJP ഭരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നവർ ഡൽഹി ഭരിക്കുന്നത് ഭരണനിർവഹണത്തിന് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വോട്ടർമാരെങ്കിലും ചിന്തിച്ചു.
ഇതിനെല്ലാം പുറമെ ബി.ജെ.പിയുടെ ഇലക്ഷൻ മാനേജ്മെന്റ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരമുറപ്പിച്ചു. ER രാഗേഷ്, ന്യൂസ് 18. ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും പിന്നാലെ ഡൽഹിയിൽ വൻ വിജയം നേടിയതിലൂടെ വീണ്ടും സജീവമായി മോദി പ്രഭാവം. വിജയത്തിന് പിന്നാലെ BJP ആസ്ഥാനത്തെത്തിയ മോദിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. കെജ്രിവാളിനെ തകർത്തെറിഞ്ഞതിന്റെ ആത്മവിശ്വാസവും പരിഹാസവും നിറഞ്ഞതായിരുന്നു മോദിയുടെ വാക്കുകൾ. 27 വർഷത്തിനു ശേഷമുള്ള ഡൽഹിയിലെ ജയം. 2 തവണ പ്രധാനമന്ത്രി പദത്തിലിരിക്കെ കെജ്രിവാളിന് മുന്നിൽ ഡൽഹിയിൽ അടിയറവ് പറയേണ്ടി വന്ന മോദിക്ക് വ്യക്തിപരമായും ഏറെ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിലെ വിജയം. വിജയാഘോഷത്തിന് പാർട്ടി ആസ്ഥാനത്തെത്തിയ മോദിക്ക് ലഭിച്ചത് വൻ വരവേൽപ്പ്. നീണ്ടുനിന്ന മോദി വിളികളാൽ മുഖരിതമായിരുന്നു പാർട്ടി ആസ്ഥാനം. भारत माता की, भारतीय जनता पार्टी, श्री नरेंद्र मोदी जिंदाबाद. മോദിയുടെ വാക്കുകളിലും നിറഞ്ഞു നിന്നത് വിജയാഹ്ലാദം. മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ മോദി ഡൽഹിയിലേത് സാധാരണ വിജയമല്ലെന്നും ഐതിഹാസിക വിജയമാണെന്നും അവകാശപ്പെട്ടു. साथियों, आज की ये ऐतिहासिक विजय है. ये सामान्य विजय नहीं है. दिल्ली के लोगों ने आपदा को बाहर कर दिया. एक दशक की आपदा से दिल्ली मुक्त हुई. സ്വതസിദ്ധമായ ശൈലിയിൽ ആപ്പിനെയും അരവിന്ദ് കെജ്രിവാളിനെയും പരിഹസിച്ചും പ്രഹരിച്ചും പ്രവർത്തകരെ മോദി ആവേശത്തിലാക്കി. ഷോർട്ട് കട്ടിലൂടെ വന്നവർക്ക് ഡൽഹി ഷോർട്ട് സർക്യൂട്ട് നൽകിയെന്ന് പറഞ്ഞ മോദി ഡൽഹി ദുരന്തമുക്തമായെന്നും പരിഹസിച്ചു. ये हमारा दिल्ली सिर्फ एक शहर नहीं है, ये दिल्ली मिनी हिंदुस्तान है. ये लघु भारत है. दिल्ली एक भारत श्रेष्ठ भारत के विचार को जीती है. മൂന്നാമതും അധികാരത്തിലെത്തിയെങ്കിലും BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തത് മോദി ഗ്യാരണ്ടി ക്യാമ്പയിന് മങ്ങലേൽപ്പിച്ചിരുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വിജയിക്കാനായത് നേട്ടമായി. 27 വർഷത്തിനു ശേഷം 2/3 ഭൂരിപക്ഷത്തോടെ രാജ്യതലസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കാനായതും കെജ്രിവാളിനെ ഡൽഹിയിൽ തറപറ്റിച്ചതും മോദി ഗ്യാരണ്ടി ക്യാമ്പയിന് കൂടുതൽ കരുത്തുപകരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയുടെ ഹൃദയത്തിൽ മോദി എന്ന് എക്സിൽ കുറിച്ച് അമിത്ഷാ. നുണകളുടെയും വഞ്ചനയുടെയും അഴിമതിയുടെയും ശീഷ് മഹൽ തകർത്തുകൊണ്ട് ജനങ്ങൾ ഡൽഹിയെ ആപ്പിൽ നിന്ന് മുക്തമാക്കി. ഡൽഹിയിൽ വികസനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണിത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ എക്സിലെ പ്രതികരണം. ഡൽഹിയിൽ അധികാരം പിടിച്ചതോടെ BJPയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി. അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയാണ് പരിഗണനാ പട്ടികയിൽ മുന്നിൽ. വിജേന്ദർ ഗുപ്ത, ദുഷ്യന്ത് ഗൗതം, മജീന്ദർ സിർസ, മനോജ് തിവാരി തുടങ്ങിയ പേരുകളും ചർച്ചകളിലുണ്ട്. മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് പർവേഷ് സാഹിബ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയായിരുന്നു BJP ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 27 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയതോടെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളും തുടങ്ങി. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി. തോൽപ്പിച്ചത് പർവേഷ് സാഹിബ് സിംഗ് വർമ്മ. അട്ടിമറി ജയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പർവേഷിന്റെ സാധ്യത കൂട്ടി. വിജയത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പർവേഷ് വർമ്മ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്ന് പർവേഷ് വർമ്മ ന്യൂസ് 18നോട്. सरकार बन रही है मुख्यमंत्री आप में? देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लग जाएगा. മുഖ്യമന്ത്രിയായാൽ അച്ഛനലങ്കരിച്ച പദത്തിൽ മകനുമെത്തിയെന്ന നേട്ടത്തിന് വെസ്റ്റ് ഡൽഹി മുൻ MP അർഹനാകും. പർവേഷിന്റെ അച്ഛൻ സാഹിബ് സിംഗ് വർമ്മ 1996-98 കാലയളവിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. രോഹിണിയിൽ നിന്ന് തുടർച്ചയായ 3ാം തവണ വിജയിച്ച മുതിർന്ന നേതാവ് വിജേന്ദർ ഗുപ്തയാണ് മറ്റൊരാൾ. നിലവിലെ പ്രതിപക്ഷ നേതാവാണ് വിജേന്ദർ ഗുപ്ത. മാളവ്യ നഗറിൽ സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിയ മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ പേരും ചർച്ചകളിലുണ്ട്. പഞ്ചാബി വോട്ടുകൾ നിർണായകമായ ഡൽഹിയിൽ ഒരു സിഖ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ
രജൌരി ഗാർഡിൽ നിന്ന് ജയിച്ച മജീന്ദർ സിംഗ് സിർസയ്ക്ക് വഴിതെളിയും. BJP വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച പൂർവാഞ്ജലികളെ പരിഗണിച്ചാൽ മുൻ സംസ്ഥാന അധ്യക്ഷനും ഭോജ്പുരി നടനുമായ മനോജ് തിവാരിക്കും സാധ്യതയുണ്ട്. എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാതിരുന്ന തിവാരിയെ BJP പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം. മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ ഹരീഷ് ഖുറാനയുടെ പേരും ചർച്ചകളിലുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അതിനൊത്ത മുദ്രാവാക്യം ഉയർത്തി അധികാരം പിടിക്കുകയും വാഗ്ദാനങ്ങൾ നടപ്പാക്കി ജനപിന്തുണ ഉറപ്പിക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് പിഴച്ച ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. ഭരണത്തിൽ ശ്രദ്ധിക്കേണ്ട കെജ്രിവാളിനെ കേസിൽ കുടുക്കിയിടാനുള്ള BJP തന്ത്രത്തെ മറികടക്കാനായില്ല എന്നുകൂടി തെളിയിക്കുന്നതാണ് ഡൽഹി ഫലം. अरविंद केजरीवाल ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति പാർട്ടി രൂപീകരിച്ച ഒരു വർഷത്തിനുള്ളിൽ ഡൽഹി മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. തൊട്ടടുത്ത വർഷം 70-ൽ 67 സീറ്റും ജയിച്ച് അധികാരത്തിൽ. 5 വർഷത്തെ ഭരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും 70-ൽ 62 സീറ്റ് നേടി ആവർത്തിച്ച വിജയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത അത്ഭുതം. വൺ ടൈം വണ്ടർ എന്ന ആക്ഷേപത്തിന് പഞ്ചാബിലും ഭരണം പിടിച്ചായിരുന്നു മറുപടി. പതിവ് രാഷ്ട്രീയ വഴിയിൽ നിന്ന് മാറി നടന്ന മുൻ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ സാധാരണ മനുഷ്യർക്ക് രാഷ്ട്രീയ നേതാക്കളോടുള്ള എതിർപ്പും അമർഷവും തിരിച്ചറിഞ്ഞ് മുദ്രാവാക്യങ്ങൾ കണ്ടെത്തി. അണ്ണാ ഹസാരയ്ക്കൊപ്പം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ സാധാരണക്കാരുടെ മിശിഹ പരിവേഷം. मैं अरविंद केजरीवाल ईश्वर की शपथ लेता हूं कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा. ഭരണത്തിലും പിഴച്ചില്ല. ജനപ്രിയ നടപടികളിലൂടെ ജനവിശ്വാസം കാക്കാനുള്ള ശേഷിയായിരുന്നു കൈമുതൽ. പാർട്ടിയിൽ ഏകാധിപതിയായി മാറുമ്പോഴും ജനപ്രിയ തന്ത്രങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തിയില്ല. അതിന് ഒരു പ്രത്യയശാസ്ത്രവും തടസ്സവുമായില്ല. കടുത്ത ഹിന്ദുത്വ ആശയങ്ങളിലൂടെ തന്നെ BJPയെ നേരിട്ടു. പക്ഷേ ഒടുവിൽ BJP തന്ത്രത്തിൽ കെജ്രിവാൾ എന്ന കൂർമ്മബുദ്ധിയായ രാഷ്ട്രീയക്കാരൻ വീണു. കെജ്രിവാളിനെയും പാർട്ടിയെയും കേസുകളിൽ തളച്ചിട്ടു. ഇതോടെ സമയവും ബുദ്ധിയും തന്ത്രവും കേസുകൾക്ക് പിറകെയായി. ഭരണത്തിലും പാർട്ടിയിലും ശ്രദ്ധിക്കാൻ കെജ്രിവാളിന് സമയം ഇല്ലാതെയായി. പഴയ പ്രതിച്ഛായയുടെ ആത്മവിശ്വാസത്തിൽ എല്ലാം മറികടക്കാമെന്ന് പ്രതീക്ഷിച്ചു. കെജ്രിവാൾ ജയിലിലായപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും നയിക്കാൻ രണ്ടാം നിരയിൽ മികച്ച നേതാക്കളും ഉണ്ടായിരുന്നില്ല. എല്ലാം തനിക്കൊറ്റയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിനേറ്റ അടികൂടിയാണ് ഈ ഫലം. ഹരിയാനയിലെ ഭിവാനിയിൽ ജനിച്ച 56-കാരനായ അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ പക്ഷേ ഇനിയും കാലമുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നതായി ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. വിജയത്തിൽ BJP അഭിനന്ദിക്കുന്നു. ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ പങ്ക് വഹിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ തുടരുമെന്നും കേജ്രിവാൾ പറഞ്ഞു. ഡൽഹിയിലെ ജനവിധി അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി അതിഷി. BJPക്കെതിരായ പോരാട്ടം തുടരുമെന്നും അതിഷി പ്രതികരിച്ചു. അയോധ്യയിലെ മിൽക്കിപൂരിൽ BJPയുടെ മധുര പ്രതികാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ചന്ദ്രഭാനു പസ്വാന് മിന്നും ജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ ഈറോഡ് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് ജയം. 30,000-ലധികം വോട്ടുകൾ നേടിയാണ് ചന്ദ്രകുമാർ VC വിജയം ഉറപ്പിച്ചത്. MLA ആയിരുന്ന കോൺഗ്രസിലെ EVKS ഇളങ്കോവന്റെ മരണത്തെ തുടർന്നാണ് ഈറോഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നാം തമിഴർ കക്ഷിയുടെ MK സീതാലക്ഷ്മിയാണ് രണ്ടാം സ്ഥാനത്ത്. മുഖ്യ പ്രതിപക്ഷമായ AIDMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. പരിസ്ഥിതിയോടും യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടലാസ് സ്ട്രോകൾ ഇനി വേണ്ടെന്ന് പറഞ്ഞ ട്രംപ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു. വ്യാപക വിമർശനമാണ് ട്രംപിന്റെ പരാമർശത്തിനെതിരെ ഉയരുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിട്ട് 1 മാസം പോലും ആയിട്ടില്ലെങ്കിലും വിജയം ഉറപ്പിച്ചതു മുതൽ നടത്തുന്ന വിചിത്രവും വിവാദവുമായ പ്രസ്താവനകൾ ഏറെയാണ്. അതിലേറ്റവും ഒടുവിലെത്തിയതാണ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനം. അമേരിക്കയ്ക്കോ മനുഷ്യർക്കോ മാത്രമല്ല, ഭൂമിക്കാകെയും എല്ലാ ജീവജാലങ്ങൾക്കും വെല്ലുവിളിയാകുന്ന പ്രഖ്യാപനമാണ് ഇത്തവണ ട്രംപിൽ നിന്നുണ്ടായത്. ഇനി മുതൽ കടലാസ് സ്ട്രോകൾ വേണ്ടെന്നും പ്ലാസ്റ്റിക് സ്ട്രോ മതിയെന്നും പറയുന്ന ട്രംപ്
പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്യുന്നു. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ സർക്കാരാണ് പേപ്പർ സ്ട്രോകൾ നിർബന്ധമാക്കിയത്. ഇനി അത് വേണ്ടെന്ന് ട്രംപ് പറയുന്നു. പ്ലാസ്റ്റിക് സ്ട്രോകൾക്കുള്ള വിലക്ക് നീക്കുന്ന ഉത്തരവിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന് പറഞ്ഞ ട്രംപ് പേപ്പർ സ്ട്രോകൾ പ്രോത്സാഹിപ്പിച്ച ബൈഡന്റെ നയം പരിഹാസ്യമെന്നും കുറ്റപ്പെടുത്തി. അധികാരമേറ്റതിന് പിന്നാലെ പാരീസ് കാലാവസ്ഥാ വ്യതിയാന കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആഹ്വാനം. നേരത്തെ പ്രചാരണ സമയത്തും പ്ലാസ്റ്റിക് സ്ട്രോകൾ ട്രംപ് ആയുധമാക്കിയിരുന്നു. പ്രസ്താവനയെ പിന്തുണച്ച് ട്രംപിന്റെ പ്രധാന അനുയായിയായ ഇലോൺ മസ്ക് രംഗത്തു വന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലെ ട്രംപിന്റെ പോസ്റ്റ് എക്കാലത്തെയും മികച്ച പ്രസിഡന്റ് എന്ന ക്യാപ്ഷനോടെ എക്സിൽ പങ്കുവച്ചുകൊണ്ടാണ് മസ്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ സമ്മിശ്ര പ്രതികരണമാണ് ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടാക്കിയതെങ്കിലും പരിസ്ഥിതിക്ക് വിനാശകരമായ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ലോകത്ത് പല കോണിൽ നിന്നും ഉയരുന്നത്. ഭൂമിയെ നശിപ്പിക്കാൻ നിങ്ങൾക്കെന്തിനിത്ര വ്യഗ്രത എന്ന് ചോദിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ധ്രുവ് റാട്ടിയുടെ പ്രതികരണവും ശ്രദ്ധേയമാവുകയാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും വേണമെങ്കിൽ ചൊവ്വയിലേക്ക് പോകാൻ കഴിയും, പക്ഷേ അവശേഷിക്കുന്ന മറ്റുള്ളവർക്കായെങ്കിലും ഭൂമിയെ മലിനമാകാതെ സൂക്ഷിക്കൂ എന്നായിരുന്നു ധ്രുവ് റാട്ടിയുടെ ഇതിനോടുള്ള പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്നും പാലക്കാട്ടെ ബ്രൂവറിയുമായി മുന്നോട്ടു പോകാൻ CPM. പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം ആലോചനയിലില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ഘടകകക്ഷികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുന്ന കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്തെന്ന കൺവീനറുടെ നിലപാട് പാർട്ടി സെക്രട്ടറി തള്ളി. അല്ല, ഇതിനെ നിർത്തിവെക്കേണ്ട കാര്യം അത് നടക്കില്ലേ, നടന്നുകൊണ്ടിരിക്കില്ലേ. ആ പ്രക്രിയ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമായ ചർച്ച ഇവിടെയൊക്കെ ആരൊക്കെ വേണോ അവരൊക്കെ ചർച്ച നടത്തിയിട്ട് പോകും. എല്ലാവരും കൂടി ചേർത്തില്ലേ തീരുമാനിക്കുള്ളൂ. തീരുമാനം വരുന്നത് എല്ലാവരും LDF എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു പോവുക. തീരുമാനിച്ചു പോകുന്നതിന് എവിടെയെങ്കിലും തടസ്സമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനത്തിലേക്ക് പോകും. ആരെതിർത്താലും ബ്രുവറിയിൽ നിന്ന് പിന്മാറില്ലെന്ന പാർട്ടി നയം വ്യക്തമാക്കുകയാണ് MV ഗോവിന്ദൻ. ഭൂമി തരംമാറ്റൽ അനുമതി നിഷേധിച്ച RDOയുടെ നടപടി CPIയുടെ നിലപാടെ കരുതുന്നില്ല. തടസ്സമായ ഘടകങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും ഘടകകക്ഷികളുടെ എതിർപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞു. ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കുമെന്ന് മുന്നണി കൺവീനറും വ്യക്തമാക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ച നടത്തിയാണ് ഒരു പൊതു നിലപാടിലേക്ക് എത്തുക. മുന്നണിയിലെ പാർട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ജലചൂഷണം ഉണ്ടാവില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രുവറിയിൽ ഉറച്ച അഭിപ്രായം പറഞ്ഞ MV ഗോവിന്ദൻ റോഡിലെ ടോൾ വിഷയത്തിൽ കുറെ കൂടി മയപ്പെട്ട നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല, ടോൾ വിഷയം മുന്നണി ചർച്ച ചെയ്തെന്ന കൺവീനർ TP രാമകൃഷ്ണൻ നിലപാടും ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു. കിഫ്ബി ടോൾ പിരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ടോൾ പിരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അറിയിക്കാം. ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലല്ലോ, തീരുമാനം വന്നില്ലല്ലോ, വരട്ടെ, അപ്പൊ നമുക്ക് അറിയിക്കാം. ഇനി LDFന്റെ ഭാഗമായിട്ട് തീരുമാനം വരുമ്പോഴും ഞങ്ങളുടെ കൂടി തീരുമാനമായിരിക്കും. അത്രയേ ഉള്ളൂ. ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന രീതിയിൽ ഇത്തരം ടോളിനോട് പൊതുവെ യോജിക്കുന്നില്ല. ബ്രുവറി ടോൾ വിഷയങ്ങളിൽ CPIയും RJDയുമാണ് CPMന്റെ എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. 19 ചേരുന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അതിനു മുന്നോടിയായി ഉഭയകക്ഷി ചർച്ചകൾക്കും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.